ഒരു വിചിത്രമായ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. 2012 അഡാപ്റ്റ് ഫാർമേഴ്സ് ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഉദ്യോഗസ്ഥൻ പി രാമേന്ദ്രൻ അദ്ദേഹം ഇരിക്കുന്ന കാലത്ത് ഈ അഡാപ്റ്റ് ഫാർമേഴ്സ് ബാങ്കിൽ നിന്ന് മറ്റൊരു സംഘത്തിന് ലോൺ കൊടുത്തായിട്ട് രേഖയുണ്ടാക്കി, നെല്ലും അരിയും വാങ്ങിയെന്ന് രേഖയുണ്ടാക്കി, വ്യാജ രേഖയുണ്ടാക്കി 6.5 കോടി രൂപയാണ് അദ്ദേഹം ആ ഒരു സംഘം തട്ടിയെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ ഇതിന് ഈട് കൊടുത്ത ഭൂമി വെളപ്പായ വില്ലേജിലെ 15/2 158 സെന്റ് സ്ഥലം, പെരിങ്ങണ്ടൂർ വില്ലേജിലെ 352 ഒരു 120.75 സെന്റ് സ്ഥലം. ഈ സ്ഥലം മുഴുവൻ ഈടായി നൽകുന്ന ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ടാണ് ലോൺ എടുക്കുന്നത്. പരിശോധിച്ച് നോക്കിയപ്പോ ഇത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയാണ്. ഇത് രേഖയെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ വ്യക്തമായി കിട്ടിയ ഈ രേഖയുടെ അടിസ്ഥാനത്തിൽ ഞാനൊരു പരാതി വിജിലൻസിന് കൊടുത്തു. ആ വിജിലൻസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് കേസ് അന്വേഷണം നടത്തി ഇദ്ദേഹം പ്രതിയാണെന്ന് കണ്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് കോടതി, വിജിലൻസ് കോടതി, തൃശ്ശൂർ വിജിലൻസ് കോടതി. ആ ഉദ്യോഗസ്ഥനെ തൃശ്ശൂരില് തന്നെ ഏറ്റവും സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും ഉയർന്ന പോസ്റ്റ് JR ആയിട്ട്, അതായത് ജോയിന്റ് രജിസ്ട്രാർ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്നു ഈ സർക്കാർ. എന്ത് സന്ദേശമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. വലിയ ഒരു ഉദാഹരണത്തിന് ഇതേപോലത്തെ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സർക്കാരിന്റെ ജില്ലാ കളക്ടറേറ്റ് വിൽക്കാൻ തീരുമാനിച്ചാൽ പോലും നമ്മൾ കണ്ടിരിക്കേണ്ട ഗതിയായിരിക്കും. എന്നാലോചിച്ചു എങ്ങനെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണുന്നത്. ആരാണ് ഉത്തരവാദി? ഇങ്ങനൊരു സന്ദേശം ഈ സമൂഹത്തിന് കൊടുത്താൽ ഉദ്യോഗസ്ഥന്മാര് ഈ നാട് തട്ടുമുടിക്കും. എങ്ങനെയാണ് നമ്മളെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണുന്നത്? ശക്തമായ രീതിയിൽ ഞാനിത് തിരിച്ചറിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്കും സഹകരണ വകുപ്പ് മന്ത്രിക്കും സഹകരണ രജിസ്ട്രാർക്കും സഹകരണ സെക്രട്ടറിക്കും ഞാൻ കത്തെഴുതുകയും ഒപ്പം തന്നെ ഇമെയിൽ ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ പാട് രേഖകളുണ്ട്. എന്നിട്ട് പോലും 2-3 ദിവസത്തിനുള്ളിൽ ഇദ്ദേഹത്തെ ഇവിടെ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ട് നിയമിക്കാൻ പോകും. ശക്തമായ രീതിയിൽ നമ്മൾ ഇടപെടണം. ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ മുന്നോട്ട് പോകണം. മാതൃകാപരമായി ഇദ്ദേഹത്തെ ശിക്ഷിക്കണം. ഇതാണ് എന്റെ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ ഞാൻ ഇതിന്റെ എല്ലാ രേഖയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇതിന് മറുപടി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൃത്യമായിട്ട് മറുപടി പറയണം. നടപടി എടുത്തിട്ടില്ല. നടപടി എടുക്കാൻ പറഞ്ഞത് പലതവണ ഞാൻ കത്തോളാണ്. നടപടി എടുക്കുന്നില്ല. 6 കോടി എങ്ങനെ കൈമാറി അതൊക്കെ രേഖയുണ്ടല്ലോ. അതൊക്കെ വിജിലൻസ് രേഖ എടുത്തല്ലോ. നിയമിച്ചു പരാതി ഒരു വശം. അതേസമയം ഇതിനെ കുറിച്ച് എന്താ കൂടുതൽ അല്ല, ഇതിങ്ങനെ നിൽക്കുമ്പോ അഡാട്ട് ബാങ്ക് നിൽക്കുന്ന അതേ സ്ഥലത്ത് കേൾക്കുമോ? ആ 6 കോടി ബാങ്കിന് കിട്ടിയില്ല, അഡാട്ട് ബാങ്കിന് കിട്ടിയില്ല. ആ പണം എപ്പോഴും ക്രെഡിറ്റ് എപ്പോഴും 10 കോടി രൂപയ്ക്ക് മുതലും പലിശയായിട്ട് വന്നിരിക്കണം. 2016 അത് ഓൾറെഡി കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. ജാമ്യം എടുത്തിരിക്കുകയാണ്. ഈ പി രാമേന്ദ്രൻ ഉദ്യോഗസ്ഥൻ വിജിലൻസ് കോടതി ജാമ്യം എടുത്തിരിക്കുകയാണ്. ഒന്നും ചെയ്തിട്ടില്ല. 12ഓളം വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ ഇതിൽ പ്രതികളാണ്. ബാങ്ക് പ്രസിഡന്റ്, അഡ്മിനിസ്ട്രേറ്റർ, പ്രസിഡന്റ്. ആ സംഘത്തിന്റെ പ്രസിഡന്റ് ഏതൊരു ശിവശങ്കരനോ മറ്റാണ് പ്രതിയാണ്. അയാളുടെ മുഴുവൻ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. അവരൊക്കെ പ്രതികളാണ്. 20ഓളം ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതികളൊക്കെ നിരവധി ആളുകൾ പ്രതികളാണ്. ഞാനിതിന് ഊന്നൽ കൊടുക്കുന്നത് ഈ ഉദ്യോഗസ്ഥനെ തൃശ്ശൂർ ജില്ലയിൽ നിൽക്കുന്ന ഒരു കേസിൽ, തൃശ്ശൂർ ജില്ലയിൽ അദ്ദേഹം നടത്തിയ ഒരു അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രം നിൽക്കുന്ന ജില്ലയിൽ ഈ കേസ് തേച്ചു മാറ്റുകളാണ് കൊണ്ടുവരുന്നത്. അദ്ദേഹം വന്ന കേസിന്റെ സാക്ഷികളുടെ ഒക്കെ അദ്ദേഹത്തിന് അധികാരം കൈ നിൽക്കല്ലേ? എന്തായിരുന്നു ഈ കേസിന്റെ അവസ്ഥ? ആ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. അദ്ദേഹമാണ് അതിന്റെ അധികാരം കേന്ദ്രം. ഇപ്പൊ 10 കോടി രൂപയോളം തിരിച്ചടക്കണം. ഒന്നും അടച്ചിട്ടില്ല. 10 കോടി. അതിന്റെ ഇടയിൽ 50 ലക്ഷം രൂപ അനധികൃതമായിട്ട് ആ ലോണിൽ വിട്ടുകൊടുത്ത് കഴിയും.
അനധികൃതമായിട്ട് വിട്ടുകൊടുത്തു, എന്നിട്ട് വീണ്ടും പുതുക്കി ഈ ലോണൊക്കെ വ്യാജ ലോണാണ്. കാരണം ഇതിന്റെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അതിന്റെ വീട്ടുകാരുടെ കാര്യം നടന്നത്. ഇത് ഇന്ത്യയിൽ പോലും ഇതേപോലെ ഒരു അഴിമതി കണ്ടെത്താൻ കേസിന്റെ സ്ഥിതി ഇപ്പൊ എങ്ങനെയാണ്? കുറ്റപത്രം ഇതാണ്, അത് ജാമ്യത്താണ് നടന്നുകൊണ്ടിരിക്കുന്ന കേസ്. എന്താ വിചിത്രമായ തീരുമാനം, കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ സർക്കാർ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന് ഇത് വിശ്വസ്തരെടുക്കുക? നമ്മളോട് പൊതുപ്രവർത്തകർ എന്ത് ചെയ്യും? ഒരു സ്ഥാപനം തകർന്നു പോവും. കേവലം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനപ്പുറത്തേക്ക് ഭരണ രാഷ്ട്രീയ നേതൃത്വം എനിക്ക് ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഞാനിത് അറിയിച്ചതാണ്, മുഖ്യമന്ത്രി അറിയിച്ചതാണ്, സഹകരണ വകുപ്പ് മന്ത്രി അറിയിച്ചതാണ്, സഹകരണ രജിസ്ട്രാർ അറിയിച്ചതാണ്, സഹകരണ ഡയറക്ടർ അറിയിച്ചതാണ്. ഞാൻ കത്തെഴുതി സ്പീഡ് പോസ്റ്റ് വഴി അറിയിച്ചതാണ്, ഇമെയിൽ മുഖാന്തരം അറിയിച്ചതാണ്. ഈ സർക്കാരിന്റെ പുതിയ സർക്കാരിന്റെ ഇപ്പൊ വന്നതിന് ശേഷമാണ് ഞാൻ അറിയിക്കുന്നത്. എന്നിട്ട് പോലും ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് നമ്മുടെ സംവിധാനം കടന്നു പോകുന്നത്. നമ്മളെല്ലാവരും ശക്തമായി ഇടപെട്ടേ പറ്റുന്ന അഴിമതി കേസാണ്, പൊതുകാര്യമാണ്. വേറൊരു താല്പര്യം എനിക്കില്ല. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, കാലങ്ങളായിട്ട് ഈ സമൂഹത്തിലുള്ള ആളാണ്. 35 വർഷമായിട്ട് ഞാൻ തൃശ്ശൂരിലും സംസ്ഥാനത്തും പല കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ്. എന്റെ പേര് സന്തോഷ് ചിറ്റിലപ്പള്ളി എന്നാണ്. ഞാൻ കലാ സാംസ്കാരിക രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്. ഞാൻ സിനിമ അസോസിയേറ്റ് ഡയറക്ടറാണ്. എന്നെ അറിയാത്തവരല്ലോ, വളരെ വസ്തുതാപരമായിട്ടാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. വേറെ താല്പര്യം എനിക്കില്ലല്ലോ. എന്ത് താല്പര്യം എനിക്ക്? രാമേന്ദ്രൻ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂര് അയ്യങ്കോളാണ്. ഇപ്പൊ എന്റെ അറിവ് വെച്ചിട്ട് നാളെ വന്നാൽ അദ്ദേഹം ചുമതലയിരിക്കും എന്നാണ് എന്റെ അറിവ്. മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഈ വിഷയം കേരള പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള വിഷയമാണ്. ഏത് പ്രസ്ഥാനം അതൊന്നും ഇതിന് ബാധകമല്ല. ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ, വേറെ മാർഗമില്ല. അല്ലെങ്കിൽ ഇതിന് നമ്മൾ പൊതുപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും നമ്മളൊക്കെ സമൂഹത്തിന് ഒന്നുമല്ലാതെ മാറി. കഴിഞ്ഞ സർക്കാരിനെതിരെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഒരു നടപടി ഇയാൾക്ക് നടപടി എടുത്തില്ല. ആ സർക്കാർ എടുത്തിട്ടില്ല, നടപടി എടുത്തിട്ടില്ല. അതിലെ ഇടതുപക്ഷം ഒന്നുമല്ല, ഇതിലെ ആകെ ഒരു പക്ഷം അഴിമതി പക്ഷമാണ്. അതിന് സംഘം ചേരലാണ് ആളുകൾ. ഇതിൽ നമ്മള് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്, ഇത് വലിയൊരു അഴിമതിയാണ്. ഞാൻ എല്ലാ ഭരണാധികാരികളിലും എല്ലാ സംഭവത്തിലും എപ്പോഴും ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി പരാതി കൊടുക്കുക ചെയ്യുന്ന ആളാണ് ഞാൻ. അത് കിട്ടിയിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല, കിട്ടാൻ മാർഗം ഉണ്ടായിട്ടില്ല. നമുക്ക് ഇനി ഒരാഴ്ച നമുക്ക് എടുക്കാനും പറ്റും, സമയം എടുക്കുമല്ലോ. അതാണ് പ്രശ്നം. അപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ ശക്തമായി നമ്മളിവിടെ ഒരു വിഷയമാക്കി കഴിഞ്ഞാൽ അവർക്ക് ഇറങ്ങിയതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ തിരുവനന്തപുരത്ത് ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം 2 ദിവസത്തിനുള്ളിൽ തൃശ്ശൂരിൽ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ട് ചാർജ് എടുക്കും എന്ന് ഉറപ്പ് കിട്ടിയ സ്ഥലത്താണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ഇദ്ദേഹത്തിന് ഭരണ രംഗത്ത് സഹകരണ മേഖലയിൽ നിരവധി ബന്ധങ്ങളുണ്ട്. ഇദ്ദേഹം ഭരണപക്ഷത്തിന്റെ യൂണിയന്റെ സംസ്ഥാന നേതാവ് കൂടിയാണെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ അതും കൂടി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോ അതൊന്നും നമുക്ക് അതൊക്കെ യൂണിയൻ പ്രശ്നങ്ങളാണ്. അവര് അത് ആർക്കും എന്ത് വേണോ. പക്ഷെ ഇത് അഴിമതി, വ്യക്തമായ അഴിമതിയാണ്. ഇതിനാർക്കും ഒരു മറുപടി പോലും ഇത് ശരിയല്ല എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറയുന്നത് പലതവണ പറഞ്ഞിട്ടും എനിക്കെതിരെ ആക്ഷേപമാണ് കേസ് കൊടുക്കാറ്. കോട്ടയത്താണ്. കോട്ടയത്ത് സംസ്ഥാന സഹകരണ ബാങ്കിന്റെ കൺകറന്റ് ഓഡിറ്ററായിട്ട് ജോലി, കേരള ബാങ്കിന്റെ. ഞാൻ പറഞ്ഞത് വിചിത്രമായ കാര്യമാണ്. ഇത് ഏതെങ്കിലും ഒരു രേഖ ശരിയല്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ കൊടുത്ത രേഖകൾ ശരിയല്ല എന്ന് പറയാൻ പറ്റും. കേസ് വിജിലൻസ് കോടതി നടക്കട്ടെ, നമുക്ക് അതിൽ ഇടപെടാൻ പറ്റില്ല. കോടതിയാണ്. അതെ, കോടതിയാണ്. കോടതിയുടെ കാര്യം ഇങ്ങനെയാണ് പോട്ടെ. പക്ഷെ കോടതി കുറ്റക്കാരനാണ് കണ്ടത്, കുറ്റപത്രമാണ് കണ്ടത്, കുറ്റക്കാരനാണ് കണ്ടത്.
മൊത്തം 20-ൽ കൂടുതൽ വരുന്നു. ഇനിയും ചില ആളുകൾ കുറ്റപത്രം കൊടുക്കാണെന്നൊക്കെ പറയുന്നത് അത് കോടതി വിജിലൻസുമായി തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പൊ കൊടുത്ത കേസിലാണ് ഈ പറഞ്ഞ പോലെ 20ഓളം ആളുകൾ പ്രതികളാണ്. അല്ലെങ്കിൽ ഭരണകൂടം ഒരു നടപടിയും എടുത്തിട്ടില്ല. മാത്രമല്ല പുതിയ ഒരു അപ്പോയിന്റ്മെന്റ് ജോയിന്റ് കൊടുക്കുകയാണ്. അതും തൃശ്ശൂർ ജില്ലയിൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത്, ഈ അഴിമതി ആരോപണമുള്ള സ്ഥലത്ത് അത് തേച്ചു മാറ്റി കളയാം, വീണ്ടും അഴിമതി ചെയ്യാമെന്നുള്ള പ്രേരണ കൂടി ഉണ്ടാവും. എന്ത് ചെയ്താലും നമ്മളൊന്നും ചെയ്യാൻ പോകില്ല എന്നുള്ളതാണല്ലോ ഏത് ഉദ്യോഗസ്ഥരും തിരിച്ചറിയണം. ഒന്നും നടക്കില്ല. വിജിലൻസ് കോടതിയിൽ അഴിമതിയായി ബന്ധപ്പെട്ട കാര്യത്തിലേ പോകാൻ പറ്റുള്ളൂ.